വന്ദനം. ഞാനിന്നിവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിന്റെ ഭാഗമായി കഴിഞ്ഞിരിക്കുന്ന നിർമ്മിത ബുദ്ധി എന്ന സാങ്കേതിക വിദ്യയെക്കുറിച്ചാണ്. എന്താണ് നിർമ്മിത ബുദ്ധി? മനുഷ്യനേക്കാൾ വേഗത്തിൽ ചിന്തിക്കുവാനും പഠിക്കുവാനും സംസാരിക്കുവാനും ഗ്രഹിക്കുവാനും മെച്ചപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുവാനും കഴിയുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് നിർമ്മിത ബുദ്ധി. ഇന്ന് മനുഷ്യബുദ്ധിയെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് നിർമ്മിത ബുദ്ധി ലോകം കീഴടക്കുകയാണ്. നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണിലെ ഒട്ടനവധി ഫീച്ചറുകൾ തൊട്ട് വമ്പൻ ചാറ്റ്ബോട്ടുകൾ വരെ, മനുഷ്യരെ പോലെ തന്നെ ഇരിക്കുന്ന ഹ്യൂമനോയിഡുകൾ തൊട്ട് ആളില്ലാതെ തന്നെ ഓടുന്ന കാറുകൾ വരെ എല്ലാം നിർമ്മിത ബുദ്ധിയെ ആശ്രയിച്ചാണ് ഓടുന്നത്. മനുഷ്യൻ നൂറ്റാണ്ടുകൾ കൊണ്ട് സമാഹരിച്ച അറിവും വിദ്യാഭ്യാസവും എല്ലാം നിർമ്മിത ബുദ്ധിക്ക് നിമിഷ നേരം കൊണ്ട് അത് സംഹരിക്കാനാകും. എല്ലാ മേഖലകളിലും നിർമ്മിത ബുദ്ധി വളരെ വിപ്ലവകരമാണ്. ആരോഗ്യ മേഖല എടുത്ത് നോക്കിയാൽ മാരകമായ രോഗങ്ങൾ മനുഷ്യന് മുമ്പിൽ പ്രവചിക്കുവാനും പലവിധ പുതിയ ടെക്നോളജികൾ എല്ലാം കണ്ടുപിടിക്കുവാനും ശസ്ത്രക്രിയകൾ കൃത്യമായി സരളമായി എളുപ്പത്തിൽ ചെയ്യുവാനും ഡോക്ടർമാരെ ഇത് സഹായിക്കുന്നു. ഇനി വിദ്യാഭ്യാസ മേഖല എടുത്ത് നോക്കിയാലും നമ്മൾ വിദ്യാർത്ഥികളുടെ ഇഷ്ടങ്ങൾ, ശക്തികൾ, പഠന രീതികൾ ഇവയെല്ലാം മാനിച്ചുകൊണ്ട് വ്യക്തിഗത വിദ്യാഭ്യാസം തയ്യാറാക്കുവാൻ നിർമ്മിത ബുദ്ധി സഹായിക്കുന്നു. ഇവയെല്ലാം ഭാവി കാലത്തിൽ നിർമ്മിത ബുദ്ധി വളരെയേറെ വിപ്ലവങ്ങൾ ഉണ്ടാക്കുവാനാണ് പോകുന്നത്. ഇനി നാം ഉൽപാദന മേഖലയിൽ അഥവാ നിർമ്മാണ മേഖലയിൽ നാം നോക്കിയാലും ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ ചിലവും നിർമ്മാണ സമയവും കുത്തനെ കുറയ്ക്കുകയാണ് നിർമ്മിത ബുദ്ധി. ഈ ചാട്ടം ഇനി വ്യവസായം അഥവാ കൃഷി അഥവാ വേറെ എന്ത് മേഖല എടുത്ത് നോക്കിയാലും വളരെയേറെ വിപ്ലവങ്ങളാണ് ഇത് കൊണ്ടുപോകുന്നത്. നിർമ്മിത ബുദ്ധി എങ്ങോട്ടാണ്, എവിടേക്കാണ് നമ്മെ കൊണ്ടുപോകുന്നത്? അത് എല്ലാ മേഖലയിലും ഉള്ള വിപ്ലവത്തിലേക്കാണ് നമ്മെ എടുത്ത് ചാടിക്കുന്നത്. ഇനി എല്ലാ നാണയത്തിനും രണ്ട് വശങ്ങളുണ്ട്. അതുപോലെ തന്നെ നിർമ്മിത ബുദ്ധി എന്ന ഈ പമ്പൻ നാണയത്തിനും രണ്ട് വശങ്ങളുണ്ട്. നിർമ്മിത ബുദ്ധി മനുഷ്യന്റെ വ്യക്തിഗത വിവരങ്ങൾക്കും ഒരു ഭീഷണിയാകുന്നു. സാങ്കേതിക സുരക്ഷയ്ക്കും ഒരു ഭീഷണിയാകുന്നു. ഡീപ് ടെക് പോലുള്ള നിർമ്മിത ബുദ്ധികൾ മനുഷ്യന്റെ വ്യക്തിത്വത്തിന് ഒരു ഭീഷണി തന്നെയാകുന്നത് വളരെ ഭയക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ നിർമ്മിത ബുദ്ധി മനുഷ്യന്റെ തൊഴിലവസരങ്ങൾ കുത്തനെ കുറയ്ക്കുന്നു. അത് കാര്യം സത്യം തന്നെ. കാരണം നിർമ്മിത ബുദ്ധിക്ക് എല്ലാം മനുഷ്യനേക്കാൾ ഒരുവിധത്തെ കാര്യങ്ങൾ മനുഷ്യനേക്കാൾ നന്നായി ചെയ്യാൻ കഴിയും. പിന്നെ എന്തുകൂടാ, അത് നാം ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇനി നിർമ്മിത ബുദ്ധി നാം മനുഷ്യരുടെ സ്വാഭാവികമായ ചിന്താശക്തി, തീരുമാനമെടുക്കാനുള്ള ശക്തി, അതുപോലെ തന്നെ ബാക്കി എല്ലാ മാനസികമായ ശക്തികളും ഇവ നാം നിർമ്മിത ബുദ്ധിയെ ആശ്രയിക്കുമ്പോൾ, നിർമ്മിത ബുദ്ധിക്ക് അത് വിട്ടുകൊടുക്കുമ്പോൾ നമ്മുടെ കഴിവുകൾ നാം അറിയാതെ നിർമ്മിത ബുദ്ധി നമ്മിൽ നിന്ന് എടുക്കുകയാണ്. അങ്ങനെ നാം യന്ത്രങ്ങളെ ആശ്രയിക്കുന്ന യന്ത്രതുല്യരായ ജീവികളാകുമോ എന്നത് ഒരു വലിയ ഭയം തന്നെയാണ്. ഇനി എന്നാൽ നാം എല്ലാവരും മനസ്സിലാക്കേണ്ട, ഓർക്കേണ്ട, സമ്മതിക്കേണ്ട ഒരു പരമമായ ഒരു സത്യം തന്നെയുണ്ട്. അതെന്താണെന്നല്ലേ, നിർമ്മിത ബുദ്ധിക്ക് എത്രയൊക്കെ അവിശ്വസനീയമായ കഴിവുകളുണ്ടെന്ന് പറഞ്ഞാൽ, എത്ര മാന്ത്രികമായ ശക്തികളുണ്ടെന്ന് പറഞ്ഞാൽ, മനുഷ്യന്റെ വികാരത്തെയും സ്നേഹത്തെയും മാനസിക ശക്തികളെയും ഇവയ്ക്കൊന്നും ഒരിക്കലും പകരമല്ല നിർമ്മിത ബുദ്ധി. ഭാവിയിൽ മനുഷ്യനെ നിയന്ത്രിക്കുന്ന നിർമ്മിത ബുദ്ധിയുടെ കഴിവ് മനുഷ്യന്റെ തിന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു നിർമ്മിത ബുദ്ധിയല്ല നമുക്ക് വേണ്ടത്. എന്നാൽ നമുക്ക് വേണ്ടത് നിർമ്മിത ബുദ്ധിയുടെ മികവ് മനുഷ്യനെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഭാവിയാണ് നമുക്ക് വേണ്ടത്. നിർമ്മിത ബുദ്ധിയെ ഒരിക്കലും മനുഷ്യന്റെ യജമാനനാക്കാൻ കഴിയില്ല. എന്നാൽ നിർമ്മിത ബുദ്ധി മനുഷ്യന്റെ ഒരു മികച്ച ദാസനാണ് ആക്കുന്നത്. APJ അബ്ദുൽ കലാം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യന് നൽകപ്പെട്ട ഏറ്റവും മനോഹരമായ ഒരു സമ്മാനമാണ് നിർമ്മിത ബുദ്ധി. ആ സമ്മാനത്തെ നാം ഒരിക്കലും മലിനമാക്കാൻ പാടുകയില്ല. നിർമ്മിത ബുദ്ധി ഇന്ന് നമ്മെ എല്ലാവരെയും ബാധിക്കുന്ന ഒരു കാര്യമാണ്. നിർമ്മിത ബുദ്ധിയുടെ വളർച്ച നമുക്ക് ഒരിക്കലും നിർത്താനാകില്ല. എന്നാൽ നിർമ്മിത ബുദ്ധി എങ്ങനെ ഉത്തരവാദിത്വത്തോടെ മനസ്സിലാക്കി ഉപയോഗിക്കുവാൻ നാം പഠിക്കണം. അങ്ങനെ നിർമ്മിത ബുദ്ധിയുടെ മികവ് മനുഷ്യന്റെ ഒരു നന്മയ്ക്കായി, മനുഷ്യന്റെ ഒരു മികച്ച ദാസനായി ഇരിക്കുവാൻ ഉള്ള ഒരു ഭാവി നമുക്കെല്ലാവർക്കും സൃഷ്ടിക്കാം എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.